കർത്താവായ യേശുക്രിസ്തുവിനെ നമുക്കെല്ലാവർക്കും വേണ്ടി ക്രൂശിൽ കൈവിട്ട് കളവാൻ ഇഷ്ടം തോന്നിയ പിതാവായ ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. ബഹുമാന്യരായ കർത്താവിൻ്റെ ദാസന്മാർക്കും ദൈവജനത്തിനും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിലുള്ള വന്ദനങ്ങളെ അറിയിക്കട്ടെ. നമ്മുടെ ബൈബിൾ ക്ലാസ്സുകളുടെ ഈ പ്രത്യേക സമയക്രമീകരണത്തിൽ നിങ്ങളുടെ കൂട്ടായ്മകൾക്ക് സഹകരണത്തിന് പ്രത്യേകാൽ കൃതജ്ഞത. നമുക്ക് പിന്നെയും എബ്രായ ലേഖനത്തിൻ്റെ പഠനം തുടരാം എന്ന് കർത്താവിൽ ആശിക്കുന്നു. 2-ാമത്തെ അധ്യായമാണല്ലോ നാം ഇപ്പോൾ പഠിക്കുന്നത്. 5 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ, 8 വരെ ഉള്ള വാക്യങ്ങൾ നമുക്ക് ഒന്നും കൂടെ വായിക്കാം. നാം പ്രസ്താവിക്കുന്ന ഭാവി ലോകത്തെ അവൻ ദൂതന്മാർക്കല്ലല്ലോ കീഴ്പ്പെടുത്തിയത്. എന്നാൽ മനുഷ്യനെ നീ ഓർക്കേണ്ടതിന് അവൻ എന്ത്? മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടതിന് അവൻ എന്തുമാത്രം? നീ അവനെ ദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചിരിക്കുന്നു. നിന്റെ കൈകളുടെ പ്രവൃത്തികൾക്ക് നീ അവനെ അധിപതിയാക്കി സകലവും അവന്റെ കാൽ കീഴാക്കിയിരിക്കുന്നു എന്ന് ഒരുവൻ ഒരിടത്ത് സാക്ഷ്യം പറയുന്നു. സകലവും അവനെ കീഴാക്കിയതിൽ ഒന്നിനെയും കീഴ്പ്പെടുത്താതെ വിട്ടിട്ടില്ല. എന്നാൽ ഇപ്പോൾ സകലവും അവനെ കീഴ്പ്പെട്ടതായി കാണുന്നില്ല. കർത്താവിന് സ്തോത്രം. കഴിഞ്ഞ ചില ദിവസങ്ങളായിട്ട് നാം ഈ വാക്യങ്ങൾ ധ്യാനിച്ചു വരുന്നല്ലോ. ഇന്നലെ നാം അതിൻ്റെ പശ്ചാത്തലങ്ങളൊക്കെ കണ്ടു. പീഡകളിലൂടെ, ക്രിസ്തു നിമിത്തം നഷ്ടങ്ങളിലൂടെ, അപായത്തിലും ഭീഷണികളിലും കൂടെ പോയ യഹൂദ ക്രിസ്ത്യാനികൾക്ക് അവർ സഹിക്കുന്ന കഷ്ടതകൾ വ്യർത്ഥമല്ലെന്ന്, അത് വർത്ത് ആണെന്ന്, യോഗ്യമായത് ആണെന്ന് അവരെ ഓർമ്മപ്പെടുത്തുന്ന തിരുവചന ഭാഗങ്ങളാണ് ഇവിടെ അപ്പോസ്തലൻ അവരുമായി പങ്കുവയ്ക്കുന്നത്. നമ്മൾ അവിടെ കാണുന്നു 5 തൊട്ട് 8 വരെയുള്ള വാക്യങ്ങളിൽ മനുഷ്യനെക്കുറിച്ച്. മനുഷ്യൻ അവിടെ കൊടുത്തിരിക്കുന്ന പേരുകൾ നാം കണ്ടു. മർത്യൻ, മനുഷ്യപുത്രൻ, ആഡം, അഡാമ, മണ്ണിൽ നിന്നുള്ളവൻ, പൊടിയിൽ നിന്നുള്ളവൻ എന്നാണ് അതിൻ്റെ അർത്ഥം. മനുഷ്യൻ. നമ്മൾ മിക്കപ്പോഴും കാണുന്ന നിർവചനം ഓർമ്മയുണ്ടല്ലോ. പൊടിയിൽ നിന്നും ഉത്ഭവിച്ചവൻ, മൺപുരകളിൽ പാർക്കുന്നവൻ, പുഴു പോലെ ചതഞ്ഞു പോകുന്നവൻ. അപ്പോൾ ആ മനുഷ്യനെ ദൈവം ഓർക്കുവാൻ എന്ത് എന്നുള്ള 6-ാമത്തെ വാക്യമാണ് നമ്മൾ ഇന്നലെ ചിന്തിച്ചത്. സ്തോത്രം. മനുഷ്യനെ ഓർക്കുവാനായിട്ട് അവൻ എന്ത്? അവിടെ മനുഷ്യന്റെ നിസ്സാരത്വവും, നിസ്സാരനായ മനുഷ്യനോട് യാതൊരു ആവശ്യങ്ങളുമില്ലാത്ത സർവസമ്പൂർണനായ ദൈവം കാണിക്കുന്ന കരുണയുടെ ആധിക്യവുമാണ് നാം കാണുന്നത്. സ്തോത്രം. ഇന്നലെ നാം അത് പറഞ്ഞായിരുന്നു ഏറ്റവും ഒടുവിൽ നിർത്തിയത്. ഇന്നലെ നമ്മൾ ചിന്തിച്ച അത്രയും കാര്യങ്ങളിൽ എന്തെങ്കിലും വിശദീകരണം ആവശ്യമുള്ള ഭാഗങ്ങളുണ്ടോ? ചോദ്യങ്ങളുണ്ടോ?
മൗനം മുൻപോട്ട് പോകുവാനുള്ള അനുവാദമായി കണ്ടുകൊണ്ട് നമുക്ക് അടുത്ത ഭാഗങ്ങളിലേക്ക് പ്രവേശിക്കാം. സ്തോത്രം. നാം ഇവിടെ കാണുന്നത് അഞ്ചാമത്തെ വാക്യത്തിൽ അതിൻ്റെ ഓരോ പദാനുപദമായി നാം എടുത്ത് ചിന്തിച്ചു. വരുവാനുള്ള ലോകം, നാം പ്രസ്താവിക്കുന്ന ഭാവി ലോകം, വരുവാനുള്ള ലോകം എന്നൊക്കെ വിവിധ വ്യാഖ്യാനങ്ങൾ നമുക്ക് കാണാം. എബ്രായ ലേഖനത്തിൽ തന്നെയും മറ്റ് പുസ്തകങ്ങളിലും നാം ആ ഭാവി ലോകത്തെക്കുറിച്ച് കാണുന്നു. അതിൻ്റെ പ്രത്യാശയോടെ നാം ജീവിക്കണം എന്നതാണ് ദൈവവചനത്തിൻ്റെ ഉപദേശം. 2 പത്രോസ് 3:13 വാക്യം ഒന്ന് വായിച്ചാട്ടെ. 2 Peter 3:13. എന്നാൽ നാം അവന്റെ വാഗ്ദത്ത പ്രകാരം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായിട്ട് കാത്തിരിക്കുന്നു. നീതി വസിക്കുന്ന പുതിയ ആകാശം, പുതിയ ഭൂമി, അവയ്ക്കായി നമ്മൾ കാത്തിരിക്കുന്നു എന്ന് പത്രോസ് പറയുന്നു. ഇപ്പോൾ ഭാവി ലോകത്തെക്കുറിച്ച് നാം അവിടെ കാണുന്നു. ആ ഭാവി ലോകത്തെ ഇന്ന് നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കുന്നതാണെന്ന് പല അപ്പോസ്തലന്മാരും പറയുന്നുണ്ട്. എബ്രായ ലേഖന കർത്താവ് തന്നെ നമ്മോട് പറയുന്നത് നമുക്കറിയാം. സ്തോത്രം. അപ്പം 6-ാമത്തെ അധ്യായത്തിൽ നമ്മളത് കഴിഞ്ഞ ദിവസങ്ങളിൽ വായിച്ചതായിരുന്നുവല്ലോ. വരുവാനുള്ള ലോകം, അതിൻ്റെ ശക്തിയെ ആസ്വദിച്ചവർ എന്നാണ് 6-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്. 3 മുതൽക്കുള്ള വാക്യങ്ങളിൽ നമ്മളത് കണ്ടതാണ്. ഇപ്പോൾ തന്നെ നമുക്ക് വരുവാനുള്ള ലോകത്തിൻ്റെ മധുരിമ നുകരുവാൻ കഴിയും. പൂർണ്ണമായിട്ടല്ല, എ ഗ്ലിംസ് ഓഫ് ഇറ്റേണിറ്റി എന്നതുകൊണ്ടാണ് നമ്മൾ കേൾക്കാറുള്ളത്. സ്തോത്രം. നിത്യതയുടെ ഒരു ചെറിയ വെളിച്ചം, നിത്യതയുടെ ഒരു ചെറിയ വെളിച്ചം, ഭാവിയുടെ അല്ലെങ്കിൽ ഭാവിയിലേക്കുള്ള ഒരു ചെറിയ എത്തിനോട്ടം. സ്തോത്രം. അത് നമുക്ക് ഇപ്പോൾ തന്നെ അനുഭവവേദ്യമാണ്. നമ്മ കാര്യങ്ങൾ കണ്ടതുകൊണ്ട് ഇനി അവിടെ നിൽക്കുന്നില്ല. ഇനിയുണ്ട് പല കാര്യങ്ങളും, പല റെഫറൻസുകളും അതിനോടനുബന്ധിച്ച് എടുക്കുവാനായിട്ട്. 6-ാം വാക്യത്തിലാണ് ഇപ്പോൾ നമ്മൾ ആയിരിക്കുന്നത്. 6-ാം വാക്യം ഒന്നും കൂടെ വായിക്കാമല്ലോ. 2:6. എന്നാൽ മനുഷ്യനെ നീ ഓർക്കേണ്ടതിന് അവൻ എന്ത്? മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടതിന് അവൻ എന്തുമാത്രം? സ്തോത്രം. മനുഷ്യനെ നീ ഓർക്കേണ്ടതിന് അവൻ എന്ത്? സ്തോത്രം. മർത്യനെയും മനുഷ്യപുത്രനെയും ഓർക്കുവാനായിട്ട് ഒന്നുമില്ല എന്ന മനുഷ്യന്റെ നിസ്സാരത്വത്തെയാണ് നാം അവിടെ കാണുന്നത്. സ്തോത്രം. വാട്ട് ഈസ് മാൻ? സ്തോത്രം. മനുഷ്യന്റെ ആകത്തുകയെ നമുക്കവിടെ കാണുവാൻ സാധിക്കും. സ്തോത്രം. സയൻസ് അനുസരിച്ച് കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പുസ്തകങ്ങളിൽ കൂടെ വായിച്ച അറിവനുസരിച്ച് മനുഷ്യന്റെ ശരീരത്തിലുള്ള ത്വക്കും ഫോസ്ഫറസും മാഗ്നീഷ്യവും കൊഴുപ്പും ഇതെല്ലാം കൂടെയൊക്കെ എടുത്താൽ ഏതാണ്ട് 6 രൂപ ചില്ലറ പൈസയുടെ വിലയെ മനുഷ്യനുള്ളൂ എന്ന്
ഒരു കണക്ക്. ഇന്ന് ആ വിലയൊക്കെ മാറിക്കാണും. പിന്നെ ആന്തരിക അവയവങ്ങൾ വിറ്റാൽ കുറച്ച് ലക്ഷങ്ങളൊക്കെ കിട്ടും. വലിയ കുഴപ്പമില്ലാതൊക്കെ മരിച്ചതാണെങ്കിൽ, ബ്രെയിൻ ഡെത്തൊക്കെ സംഭവിച്ചതോ അല്ലെങ്കിൽ ജീവനോടിരിക്കുമ്പോൾ തന്നെ അതിൽ ചിലതൊക്കെ വിൽക്കുകയോ ഒക്കെ ചെയ്താൽ ഇനി രക്തം വിറ്റാലും കുറച്ച് കാശൊക്കെ കിട്ടും. രക്തം വിറ്റും സുവിശേഷ വേല ചെയ്തിട്ടുള്ളവരെ കുറിച്ചും ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെ രക്തം കൊടുത്ത് അതുകൊണ്ട് അതിന് കിട്ടുന്ന കാശ് കൊണ്ട് കള്ള് കുടിക്കുന്നവരും കഞ്ചാവ് വാങ്ങുന്നവരും ഒക്കെ ഉണ്ടെന്നും ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെയുള്ളവരെ കണ്ടിട്ടില്ല, എനിക്കറിയില്ല വ്യക്തിപരമായി. അപ്പം ഇന്ന് മനുഷ്യന്റെ വില ഈ അവയവദാനത്തിന്റെ അല്ലെങ്കിൽ അവയവങ്ങൾ വിൽക്കുന്നതുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തി കുറച്ച് ലക്ഷങ്ങൾ വരും. അതല്ലാതെ മനുഷ്യന് പ്രത്യേകിച്ച് ഒന്നുമില്ല. ആ മനുഷ്യന്റെ നിസ്സാരത്വത്തെയാണ് നാം അവിടെ കാണുന്നത്. വാട്ട് ഈസ് മാൻ? സ്തോത്രം. അപ്പോൾ നമ്മുടെ ഏതുമില്ലായ്മയെ നാം അവിടെ കാണുകയാണ്. സ്തോത്രം. 144 സങ്കീർത്തനത്തിന്റെ 3 വാക്യം നോക്കിക്കാട്ടെ. സാംസ് 144 വേഴ്സ് 3. യഹോവേ, മനുഷ്യനെ നീ ഗണ്യമാക്കുവാൻ അവൻ എന്ത്? മർത്യപുത്രനെ നീ വിചാരിപ്പാൻ അവൻ എന്തുമാത്രം? സ്തോത്രം. 8 സങ്കീർത്തനത്തിലേത് നമുക്ക് അറിയാമല്ലോ, നമ്മൾ വായിച്ചതാണ്. എങ്കിലും ഒന്നും കൂടെ 8:4 വായിക്കാമല്ലോ. സങ്കീർത്തനം 8:4. നീ ഓർക്കേണ്ടതിന് അവൻ എന്ത്? മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടതിന് അവൻ എന്തുമാത്രം? സ്തോത്രം. ഇവിടെ എല്ലാം മനുഷ്യന്റെ നിസാരത്വത്തെക്കുറിച്ച് എടുത്ത് പറയുകയാണ്. അതുപോലെ ഇയ്യോബിന്റെ പുസ്തകം 7 അധ്യായത്തിന്റെ 17 തൊട്ട് ഉള്ള ചില വാക്യങ്ങൾ കൂടെ വായിച്ചാട്ടെ. ജോബ് 7:17 ഫോളോയിങ്. മർത്യനെ നീ ഗണ്യമാക്കേണ്ടതിനും അവന്റെ മേൽ ദൃഷ്ടി വെക്കേണ്ടതിനും അവനെ രാവിലെ തോറും സന്ദർശിച്ച് മാത്രതോറും പരീക്ഷിക്കേണ്ടതിനും അവൻ എന്തുള്ളൂ? നീ എത്രത്തോളം നിന്റെ നോട്ടം എങ്കൽ നിന്ന് മാറ്റാതിരിക്കും? ഞാൻ ഉമിനീർ ഇറക്കുവോളം എന്നെ വിടാതെയും ഇരിക്കും. ഞാൻ പാപം ചെയ്തുവെങ്കിൽ മനുഷ്യബാലകനെ ഞാൻ നിനക്ക് എന്തു ചെയ്യുന്നു? ഞാൻ എനിക്ക് തന്നെ ഭാരമായിരിക്കത്തക്കവണ്ണം നീ എന്നെ നിനക്ക് ലക്ഷ്യമാക്കി വെച്ചിരിക്കുന്നതെന്ത്? അങ്ങനെ മുമ്പോട്ട് ഇയ്യോബിന്റെ ചോദ്യശരങ്ങളാണ് തൻ്റെ വേദനയിൽ നിന്നും ചോദിക്കുന്നത്. ഇവിടെയും മനുഷ്യന്റെ നിസ്സാരത്വത്തെയാണ് ഇയ്യോബ് പ്രകടമാക്കുന്നത്. സ്തോത്രം. മർത്യനെ നീ ഗണ്യമാക്കേണ്ടതിനും അവന്റെ മേൽ ദൃഷ്ടി വയ്ക്കേണ്ടതിനും അവനെ രാവിലെ തോറും സന്ദർശിച്ച് രാത്രി തോറും പരീക്ഷിക്കേണ്ടതിനും അവൻ എന്തുള്ളൂ? ഇവിടെ ഇയ്യോബിന്റെ കഷ്ടതയുമായി ബന്ധപ്പെട്ട് എന്തിനാ ഞങ്ങളുടെ പാപമൊക്കെ നീ ഇങ്ങനെ ഞങ്ങളുടെ മേൽ കണക്കിടുന്നത് എന്നുള്ള അർത്ഥത്തിലാണ്. വാക്കുകൾ ഒന്നാണെങ്കിലും അർത്ഥം വ്യത്യസ്തമാണ്. ഇപ്പൊ ഇവിടെയെല്ലാം മനുഷ്യന്റെ ഏതുമില്ലായ്മകളാണ് വെളിപ്പെടുക. നമുക്ക് മടങ്ങിപ്പോകാം. സ്തോത്രം. ഇപ്പൊ സങ്കീർത്തനം 8 നിന്നുള്ള ഉദ്ധരണിയാണ് എബ്രായ ലേഖനം 2 അധ്യായത്തിൽ ഉള്ളത്. സ്തോത്രം. അതിൽ നമ്മൾ ഇന്നലെ ഏറ്റവും ഒടുവിലായി കണ്ട കാര്യം ഓർമ്മ കാണുമല്ലോ. മനുഷ്യനെ ദൈവം ഓർക്കത്തക്കതുപോലെ മനുഷ്യന് എന്തെങ്കിലും ഗുണമോ ശ്രേഷ്ഠതയോ ഉണ്ടോ? ഇല്ല.
ഇത്രയും നിസ്സാരനായ മനുഷ്യനെ ഓർക്കത്തക്ക ആവശ്യം ഈ ഓർക്കുന്ന മഹാദൈവത്തിനുണ്ടോ? അതോ ഇല്ല? ഈ കാര്യങ്ങൾ നാം മനസ്സിലാക്കുമ്പോഴാണ് കർത്താവ് നമ്മളെ ഓർക്കുന്നതിൻ്റെയും ഓർത്തതിൻ്റെയും ഒക്കെ ആഴങ്ങൾ മനസ്സിലാവുന്നതും നന്ദി നമുക്ക് കർത്താവിനോട് തോന്നുന്നതും നാം റേഷൻ കൂടാതെ അളവ് കൂടാതെ ദൈവത്തെ സ്തുതിക്കുന്നതും ഒക്കെ. സ്തോത്രം. മനുഷ്യനെ നീ ഓർക്കേണ്ടതിനെന്ത്? എന്താ അതിൻ്റെ അർത്ഥം? ദൈവം നമ്മെ ഓർത്തോ? താഴ്ചയിൽ നമ്മെ ഓർത്തവന് അവൻ്റെ ദയ എന്നേക്കുമുള്ളത് എന്നൊക്കെ നമ്മൾ മിക്കവാറും ഈ സ്തോത്ര ശുശ്രൂഷാ സമയങ്ങളിൽ സങ്കീർത്തനത്തിൽ നിന്നും പാടാറുണ്ട്. ആ ഓർമ്മയാണോ ഇവിടെ? അല്ല. ഇവിടുത്തെ പശ്ചാത്തലം അതിൽ നിന്നും വ്യത്യസ്തമായതാണ്. സ്തോത്രം. ദൈവം ഓർത്തു എന്ന ഒത്തിരി ഭാഗങ്ങൾ നമുക്കുണ്ട്. ഒരു കൺകോർഡൻസ് ബൈബിളിൽ നോക്കിയാൽ, അല്ല ഇനിയിപ്പം ഗൂഗിളിൽ തന്നെ ചുമ്മാ അതൊന്ന് അടിച്ചു നോക്കിയാലും അതെഴുതിയിരിക്കുന്ന പല ഭാഗങ്ങൾ എത്ര പ്രാവശ്യമുണ്ട് എന്നത് ഉൾപ്പെടെ നമുക്ക് കിട്ടും. എന്നാൽ ആ വിവിധമായ ഓർമ്മകളിൽ നിന്നും വ്യത്യസ്തമായ ഒരു ഓർമ്മയാണ് ഇവിടെ മർത്യനോടുള്ള അല്ലെങ്കിൽ മനുഷ്യനോടുള്ള ബന്ധത്തിൽ ദൈവം ചെയ്യുന്നത്. ഇവിടെ എഴുത്തുകാരൻ എഴുതിയിരിക്കുന്നത്. സ്തോത്രം. മനുഷ്യനെ നീ ഓർക്കുക. ഇവിടെ ഓർക്കുക എന്നതിൻ്റെ അർത്ഥം, സ്തോത്രം, കൺസിഡറേഷൻ അല്ലെങ്കിൽ കൺസിഡറിങ് എന്നുള്ളതാണ്. പരിഗണിക്കുക എന്ന അർത്ഥമാണ്. ദൈവത്തിന് ഓർക്കേണ്ടതില്ലല്ലോ. നമ്മൾ ഓർക്കുന്നത് പോലെ ദൈവത്തിന് ഒന്നും ഓർക്കേണ്ടതില്ല. ദൈവം ഓർത്തു എന്ന് പറയുന്നത് ദൈവം കൈക്കൊണ്ടു, പരിഗണിച്ചു, ശ്രദ്ധിച്ചു, അനുകൂലമായിട്ടിടപെട്ടു എന്നൊക്കെയുള്ള അർത്ഥമാണ്. ഓർത്തുവെന്നുള്ളതിന് പ്രതികൂലമായി ദൈവം ഇടപെട്ടുവെന്നും ചില സ്ഥലങ്ങളിൽ അർത്ഥമുണ്ട്. ഇവിടെ നമ്മൾ കാണുന്നത് മനുഷ്യനോട് ദൈവം ദയയുടെ മൂർത്തിമത് ഭാവമായി ഇടപെട്ടു. ദൈവം കരുണയോടെ മനുഷ്യനെ കടാക്ഷിച്ചു. മനുഷ്യന് അർഹമായതിലധികം മൂല്യം ദൈവം കൽപ്പിച്ചു. ഇതൊക്കെയാണ് ഇവിടുത്തെ ഓർക്കുക അല്ലെങ്കിൽ ഓർമ്മ എന്നതിൻ്റെ അർത്ഥം. സ്തോത്രം. മനസ്സിലാവുന്നുണ്ടല്ലോ? ദൈവം മനുഷ്യനെ അനുഭാവപൂർവം പരിഗണിച്ചു. സ്തോത്രം. ദൈവം മനുഷ്യനെ കരുണയോടെ കൈക്കൊണ്ടു. അവൻ്റെ വീണുകിടന്ന, നിപതിച്ചു കിടന്ന അവസ്ഥയെ കണ്ട് മനസ്സലിഞ്ഞു. അവനോട് കരുണ കാണിക്കത്തക്കതുപോലെ അവനെ കൈക്കൊണ്ടു എന്നൊക്കെയാണ് ഇവിടെ ഓർത്തു എന്നുള്ളതിൻ്റെ അർത്ഥം. സ്തോത്രം. പല സ്ഥലത്തും ഓർക്കുക എന്നതിന് പല അർത്ഥങ്ങളാണ്. ഇവിടുത്തെ അർത്ഥമേ നമ്മളിപ്പോൾ പരിഗണിക്കുന്നുള്ളൂ. ഇപ്പോൾ ദൈവം മനുഷ്യനെ ഓർത്തു എന്ന് വെച്ചാൽ അവനെ പരിഗണിച്ചു, അവന് വിലമതിച്ചു. സ്തോത്രം. അവന് വിലമതിച്ചു. മനുഷ്യന് മതിച്ച വില നമ്മൾ ഓർക്കാറുണ്ടോ? സ്തോത്രം.
രണ്ടർത്ഥങ്ങളിൽ നമുക്കത് മനസ്സിലാക്കാം. ഒന്ന്, ഈ പാപിയായ ഒരു മനുഷ്യന് ദൈവം മതിച്ചിരിക്കുന്ന വില, അല്ലെങ്കിൽ ദൈവവചനം ഒരു സാധാരണ മനുഷ്യന് പ്രഖ്യാപിച്ചിട്ടുള്ള വില നമുക്കറിയാമല്ലോ. ഒരു മനുഷ്യൻ സർവലോകവും നേടിയിട്ടും തൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവന് എന്ത് പ്രയോജനം? അപ്പോൾ ഒരു മനുഷ്യൻ്റെ, സാധാരണപ്പെട്ട ഒരു മനുഷ്യൻ്റെ വിലയാണ് അവിടെ തിരുവെഴുത്ത് പറയുന്നത് സകല ലോകത്തെക്കാളും വില ഏറിയത്. സ്തോത്രം. അത്രയും വില മതിക്കുവാനായിട്ട് ഇവന് വല്ലതും ഉണ്ടോ? സ്തോത്രം. രണ്ട്, ഇപ്പൊ സർവലോകത്തെക്കാളും വിലയേറിയ ഒരാത്മാവ് എന്ന് സൂചിപ്പിച്ചിട്ട് രണ്ടാം ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് കാണാം, ഈ മനുഷ്യന്റെ വീണ്ടെടുപ്പിന് വേണ്ടി എന്ത് മുടക്കുമുതലാണ് ദൈവത്തിന് ചിലവിടേണ്ടി വന്നത്. സ്തോത്രം. മനസ്സിലാവുന്നുണ്ടോ? ദൈവം നമുക്ക് വിലമതിച്ചു, ദൈവം നമ്മെ കൈക്കൊണ്ടു, പരിഗണിച്ചു. സ്തോത്രം. ദൈവം നമ്മെ ഓർത്തു, അനുഭാവപൂർവം നമ്മെ പരിഗണിച്ചു, കൈക്കൊണ്ടു. സ്തോത്രം. ആ വിലയാണ് നമ്മളിപ്പോൾ രണ്ട് കാര്യങ്ങൾ പറഞ്ഞത്. ഒന്ന്, ഒരു സാധാരണപ്പെട്ട മനുഷ്യന്റെ വില, ദൈവം ഇട്ടിരിക്കുന്ന വില സർവ്വലോകത്തെക്കാളും വലുതെന്ന്. രണ്ടാമത് നമ്മൾ കാണുന്നത്, ഈ മനുഷ്യനെ വീണ്ടെടുക്കുവാൻ വേണ്ടി ദൈവം മുടക്കിയ മുതൽ. സ്തോത്രം. What God spent for redeeming this man. The ransom paid. The ransom paid. നൽകപ്പെട്ട മറുവില. സ്തോത്രം. മറുവില. ചിലപ്പോൾ ഒരു വസ്തുവിന് ഈ കഴിഞ്ഞ ദിവസം നിങ്ങളൊക്കെ കണ്ടതാണല്ലോ, ഒരു കുട്ടിക്കുരങ്ങിൻ്റെ, അതിന് പേരുമൊക്കെ ഉണ്ട്, ഞാൻ പേര് മറന്നുപോയി, നമ്മുടെ ഗ്രൂപ്പിനകത്തും വന്നായിരുന്നു. ഒരു മൃഗശാലയിൽ ഒരു കൊട്ടിക്കുരങ്ങിനെ അതിൻ്റെ അമ്മ ഒത്തിരി ഉപദ്രവിക്കുന്നതും ഒക്കെ, ഒടുവിൽ അതിന് ഒരു പാവ കളിക്കാൻ കൊടുത്തതും അത് വൈറലായതും, അതിനുശേഷം ആ പാവയ്ക്ക് ഭയങ്കര ഡിമാൻഡായതും, തുച്ഛമായ എന്തോ തുകയുണ്ടായിരുന്നത് ആയിരക്കണക്കിന് രൂപ വിലയുള്ളതായിട്ട് ആ പാവം മാറിയതുമൊക്കെ പേപ്പറിൽ നിങ്ങൾ വായിച്ച് കാണും, ന്യൂസ് കണ്ടു കാണും. ആ പാവയ്ക്ക് അതുവരെ ഉണ്ടായിരുന്നതിൻ്റെ എത്രയോ മടങ്ങ് വില കൊടുത്താണ് ആൾക്കാർ അത് കൈവശമാക്കിയത്.
കർത്താവ് നമുക്ക് വേണ്ടി മുടക്കിയ മുടക്കുമുതൽ, സ്തോത്രം, വളരെ കൂടുതലാണ്. നമുക്ക് അർഹമായതിനേക്കാൾ അധികം. നമുക്ക് മതിക്കുന്നതിനേക്കാൾ അധികമായിട്ട് വില കൊടുത്താണ് നമ്മെ വീണ്ടെടുത്തത്. അപ്പോൾ അവിടെ എബ്രായർ 2:6 നമ്മളെ, മനുഷ്യപുത്രനെ, മർത്യനെ, മനുഷ്യരെ ഓർക്കുന്നത് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥമാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. പരിഗണിക്കുന്നത്, വിലയിടുന്നത്. രണ്ട് കാര്യങ്ങൾ നമ്മൾ കണ്ടു. ഒന്ന്, ഒരു സാധാരണ രക്ഷിക്കപ്പെട്ടിട്ടില്ലാത്ത ഒരുവന്റെ ആത്മാവിന് തന്നെ മുഴു ലോകത്തെക്കാളും വിലയുണ്ട് എന്നത്. രണ്ടാമത്, നമ്മുടെ ആത്മാവിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി എന്താണോ മറുവിലയായി നൽകിയത് അത് നമ്മുടെ വിലയാണ്. അത്രമാത്രം ദൈവം നമ്മെ പരിഗണിക്കത്തക്കതുപോലെ നമ്മിൽ വല്ലതുമുണ്ടോ? ഇല്ല. ദൈവത്തിന് അങ്ങനെ നമ്മെ പരിഗണിക്കത്തക്കതുപോലെ ഒന്നുമില്ല. സ്തോത്രം. എന്നാലും ഒരു വലിയ വില നൽകി. സ്തോത്രം. മുടക്കുമുതൽ. ഇപ്പൊ ദൈവം നമ്മെ ഓർത്തു, നമ്മെ പരിഗണിച്ചു, കൈക്കൊണ്ടു. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതുപോലെ നമ്മളെക്കാൾ സൃഷ്ടിപ്പുണ്ട് ശ്രേഷ്ഠന്മാരെന്ന് കരുതപ്പെടുന്ന ദൈവദൂതന്മാരെ ദൈവം അങ്ങനെ പരിഗണിച്ചില്ല, കൈക്കൊണ്ടില്ല. സ്തോത്രം. അവരുടെ അപേക്ഷകൾ കൈക്കൊള്ളുവാൻ ദൈവത്തിന് പ്രസാദമായില്ല. അപ്പോഴാണ് സൃഷ്ടി കൊണ്ട് അവരെക്കാൾ താണവരായ നമ്മെ ദൈവം ഓർത്തതും പരിഗണിച്ചതും കൈക്കൊണ്ടതുമൊക്കെ. സ്തോത്രം. അത് തിരിച്ചറിഞ്ഞിട്ടാണ് ഭക്തൻ ദൈവത്തോട് ചോദിച്ചത്, എന്തേ മനുഷ്യനെ നീ ഓർക്കേണ്ടതിന് അവനെന്ത്? സ്തോത്രം. അപ്പം ദൈവം നമ്മെ ഓർക്കത്തക്കതുപോലെ നമ്മളൊന്നുമല്ല. സ്തോത്രം. കുറച്ച് ദിവസം മുമ്പ് ഒരാളെ പറയുന്നത് കേട്ടു, ഇപ്പം ചിലരുടെയൊക്കെ ധാരണ എന്ന് പറയുന്നത് ദൈവം എന്ത് ഭാഗ്യവാനാണെന്ന്. ദൈവം ഭയങ്കര ഭാഗ്യവാനാണെന്ന്. കാര്യം എന്താ? എന്നെപ്പോലെയുള്ളവരൊക്കെ ഭക്തന്മാരായിട്ടുണ്ടെന്ന്. എന്നെപ്പോലെയുള്ളവരെയൊക്കെ ആരാധകരായിട്ടും ഭക്തന്മാരായിട്ടും ഒക്കെ കിട്ടിയ ദൈവം എന്തൊരു ഭാഗ്യവാനാണ്. അതുകൊണ്ടാണ് ഞങ്ങളെയൊക്കെ കിട്ടിയത്. ഈ നിലയിലേക്ക് ചിന്തിക്കുന്ന വിധം നമ്മൾ തരം താണിരിക്കുന്നു. പ്രിയരെ, നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷത്തിലും ഓരോ ശ്വാസത്തിലും ദൈവത്തോട് ഏറ്റുപറയാം, കർത്താവേ, ഏതുമില്ലാത്ത, ഒന്നുമില്ലാത്ത, പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ അകാലപ്രജ പോലെ ഇരിക്കുന്ന എന്നെ ഇങ്ങനെ കൈക്കൊള്ളുവാൻ ഞാൻ എന്തുള്ളൂ. സ്തോത്രം. ദൈവം നമ്മെ ഓർത്തതും കൈക്കൊണ്ടതും നമുക്കറിയാമല്ലോ. സ്തോത്രം.
നമ്മുടെ ജനനത്തിനും മുമ്പേ, സർവകാലത്തിനും മുമ്പേ ദൈവം നമ്മുടെ രക്ഷയ്ക്കായി മുൻ നിയമിച്ച, സ്തോത്രം, ദൈവം തൻ്റെ രക്ഷയ്ക്കായി നമ്മെ എന്ത് ചെയ്തു? മുൻ നിയമിച്ചു. എപ്പോൾ? നമ്മുടെയൊക്കെ ജനനത്തിനും, എന്തിനേറെ കാലങ്ങളുടെ തുടക്കത്തിനും മുമ്പേ. സ്തോത്രം. പ്രൈസ് ഗോഡ്. മനസ്സിലാവുന്നുണ്ടല്ലോ? എന്നാൽ ദൂതന്മാരെ ദൈവം തള്ളിക്കളഞ്ഞതുപോലെ നമ്മെ തള്ളിക്കളയാതെ നമ്മെ കൈക്കൊള്ളുവാൻ, നമ്മെ രക്ഷിപ്പാൻ, നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി അർഹമായതിലും വലിയൊരു വില മറുവിലയായി കൊടുക്കുവാൻ അവിടുത്തേക്ക് പ്രസാദമായി. സ്തോത്രം. അവിടുത്തേക്ക് പ്രസാദമായി. അതാണ് ഇവിടെ നാം കാണുന്ന മനുഷ്യപുത്രനെ അല്ലെങ്കിൽ മനുഷ്യനെ ഓർത്ത കാര്യം, അവനെ പരിഗണിച്ച കാര്യം. ഏത് വിഷയത്തിലാണത്? നമ്മുടെ രക്ഷയുമായും നമ്മുടെ വീണ്ടെടുപ്പുമായും ബന്ധപ്പെട്ടതാണത്. നമ്മുടെ രക്ഷയും വീണ്ടെടുപ്പുമായി ബന്ധപ്പെട്ടതാണ്. സ്തോത്രം. മറ്റൊന്നും അല്ല അവിടുത്തെ വിഷയം. അബ്രഹാമിനോട് ദൈവം ചെയ്ത ഉടമ്പടി വാഗ്ദത്തം ഓർത്തു എന്ന് പറയുന്നത് പോലെയുള്ള ഓർമ്മയല്ല ഇവിടെ. ഇവിടുത്തെ പശ്ചാത്തലം യേശുക്രിസ്തു നമുക്ക് വേണ്ടി അർപ്പിക്കപ്പെടുന്നതാണ്. അടുത്ത വാക്യങ്ങളിലൊക്കെ നമ്മളതാണല്ലോ കാണുന്നത്. ഇത്രയും കാര്യങ്ങളിൽ എന്തെങ്കിലും വിശദീകരണം ആവശ്യമുണ്ടോ? ഒന്നുമില്ല. സ്തോത്രം. ഇപ്പം മനുഷ്യനെ ഓർക്കാൻ, രക്ഷയുമായി ബന്ധപ്പെട്ട് തൻ്റെ പുത്രനെ അയക്കുവാൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ട ക്രമീകരണം ചെയ്യുവാൻ, അതിനൊക്കെയായി നമ്മിൽ പ്രത്യേകിച്ച് യോഗ്യതകൾ ഒന്നും ഇല്ല. വെറും പൊടിയിൽ നിന്നും ഉത്ഭവിക്കപ്പെട്ടവർ. സ്തോത്രം. ഏറെ നിസ്സാരന്മാർ. എന്നാൽ നമ്മെ രക്ഷിക്കേണ്ടതിന് ദൈവം കൊടുത്ത വിലയുടെ വലിമയാണ് നാം ഇവിടെ കാണുന്നത്. ആ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നത് കൊണ്ടും നമ്മൾ പല പ്രാവശ്യം ചിന്തിച്ചിട്ടുള്ളത് കൊണ്ടും ആവർത്തിക്കാതെ ഞാൻ പോകാം എന്ന് കരുതുന്നു. എങ്കിലും എന്തെങ്കിലും ചോദ്യങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ ചോദിച്ചാട്ടെ. ആറാം വാക്യത്തിൽ ഒന്നുമില്ല. ഏഴാമത്തെ വാക്യം. നീ അവനെ ദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചിരിക്കുന്നു. നിന്റെ കൈകളുടെ പ്രവൃത്തികൾക്ക് നീ അവനെ അധിപതിയാക്കി. എട്ടാം വാക്യം കൂടെ, ആ രണ്ട് വാക്യങ്ങൾ നമ്മൾ നേരത്തെ പഠിച്ചതായതുകൊണ്ട് ആവർത്തിക്കണമെന്ന് തോന്നുന്നില്ല. എങ്കിലും എട്ടാം വാക്യം കൂടെ വായിച്ചാട്ടെ. സകലവും അവന്റെ കാൽ കീഴ് ആക്കിയിരിക്കുന്നു എന്ന് ഒരുവൻ ഒരിടത്ത് സാക്ഷ്യം പറയുന്നു. സകലവും അവന് കീഴാക്കിയതിൽ ഒന്നിനെയും കീഴ്പ്പെടുത്താതെ വിട്ടിട്ടില്ല. എന്നാൽ ഇപ്പോൾ സകലവും അവന് കീഴ്പ്പെട്ടതായി കാണുന്നില്ല. ആ വാക്യങ്ങൾ നമ്മൾ നേരത്തെ പഠിച്ചതായതുകൊണ്ട് ഇനിയും ആവർത്തിക്കണമെന്ന് തോന്നുന്നില്ല. അവിടെ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാ?
ദൈവം സൃഷ്ടിപ്പിൽ പോലും നമ്മെ കടാക്ഷിച്ചു, ഓർത്തു എന്നാണ് അപ്പോസ്തലൻ പറഞ്ഞു വെക്കുന്നത്. സ്തോത്രം. സൃഷ്ടിപ്പിൽ തന്നെ ദൈവം മനുഷ്യനെ ഓർത്ത ഒരു കാര്യമാണ് നാം അവിടെ 7-8 വാക്യങ്ങളിൽ കാണുന്നത്. സ്തോത്രം. നീ അവനെ ദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി. അത് നമ്മൾ കണ്ടു. സൃഷ്ടിപ്പിൽ ഉപയോഗിച്ച വസ്തുക്കളുടെ അല്ലെങ്കിൽ ശരീരത്തിൻ്റെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. സ്തോത്രം. പിന്നെ തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചു. നമ്മൾ ആ തേജസ്സിൻ്റെയും ബഹുമാനത്തിൻ്റെയും കാര്യവും പഠിച്ചു കഴിഞ്ഞു. പിന്നെ നിന്റെ പ്രവർത്തികൾക്കൊക്കെയും അവനെ അധിപതിയാക്കി. അത് നമ്മൾ കണ്ടതായിരുന്നല്ലോ. ഉൽപ്പത്തി പുസ്തകത്തിൽ. അതെ. സകലത്തെയും അവന്റെ കാൽ കീഴെ ആക്കിയിരിക്കുന്നു. ഉൽപ്പത്തി 1:26, 28 ഒക്കെ വാക്യങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മളത് പഠിച്ചത്. അതുകൊണ്ട് 7, 8, 8 വാക്യത്തിൻ്റെ ആദ്യ ഭാഗം വരെയുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. അതിൽ എന്തെങ്കിലും കാര്യങ്ങൾ ആവർത്തിക്കണമെങ്കിൽ ചോദിച്ചാട്ടെ, ഇല്ലെങ്കിൽ നമ്മൾ അവിടെ ഇനി നിൽക്കുന്നില്ല. ഒരുവൻ ഒരിടത്ത് പറഞ്ഞിരിക്കുന്നവൻ അതെന്താ ഭാഷ? ഒരുവൻ ഒരിടത്ത് സാക്ഷീകരിച്ചു. ചിലയിടത്ത്, പ്രത്യേകിച്ച് പുതിയ നിയമത്തിൽ അങ്ങനെ പല സ്ഥലത്ത് കാണുന്നുണ്ട് നമ്മൾ. എന്ന് ഒരുവൻ ഒരിടത്ത്, ആ പഴയ നിയമ ഉദ്ധരണിയെ എടുത്തുകൊണ്ട് പറഞ്ഞിരിക്കുന്നു എന്നേ ഉള്ളൂ. വേറെയും ചില ഭാഗങ്ങളിൽ നാം അങ്ങനെ തന്നെ കാണുന്നുണ്ട്. എന്നാൽ ചിലയിടത്ത് ഇന്നയാൾ പറഞ്ഞിരിക്കുന്നു എന്നും ഉണ്ട്. മത്തായി തൊട്ടിങ്ങോട്ടുള്ള പുതിയ നിയമ പുസ്തകങ്ങളിൽ എന്ന് ഇന്ന പ്രവാചകൻ, ചിലയിടത്താണെങ്കിൽ പ്രവാചകൻ പറഞ്ഞതെന്നേ ഉള്ളൂ, ഇന്നയാളെന്നില്ല. അങ്ങനത്തെ ഒരു പ്രയോഗം എന്നേ ഉള്ളൂ. അത് ചിലയിടത്ത് ആളിൻ്റെ പേര് പറഞ്ഞു, ചിലയിടത്ത് അദ്ദേഹത്തിൻ്റെ പൊസിഷൻ, പ്രവാചകൻ എന്ന നിലയിലൊക്കെ പറഞ്ഞു. ചിലയിടത്ത് ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള തിരുവെഴുത്ത് നിവൃത്തിയാകുവാൻ എന്നൊക്കെയുള്ള ആ ഗണത്തിൽപ്പെടുന്ന ഒരു പ്രയോഗമായിട്ടേ നമുക്കിത് കാണാൻ സാധിക്കുന്നുള്ളൂ എന്ന് ഒരുവൻ ഒരിടത്ത് പറയുന്നു. ചിലയിടത്ത് പറഞ്ഞിരിക്കുന്നത് എന്ന്, പ്രത്യേകിച്ച് യേശുക്കർത്താവ് പറഞ്ഞപ്പോഴൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഇങ്ങനെയുള്ള പല പ്രയോഗങ്ങൾ നമുക്ക് ഉദ്ധരണികളുമായുള്ള ബന്ധത്തിൽ കാണാൻ പറ്റും. നമുക്കിന്നറിയാം അത് ആരാണെന്നും എവിടെയാണെന്നും. അതുകൊണ്ടാണ് നമ്മൾ 8-ാം സങ്കീർത്തനത്തിലേക്ക് പോയതും അത് വായിച്ചതും. വേറെ ഒന്നുമില്ലല്ലോ. എങ്കിൽ 8-ാം വാക്യത്തിൻ്റെ 2-ാം ഭാഗം, എങ്കിലും സകലവും അവന് കീഴാക്കിയതിൽ ഒന്നിനെയും കീഴ്പ്പെടുത്താതെ വിട്ടിട്ടില്ല. എന്നാൽ ഇപ്പോൾ സകലവും അവന് കീഴ്പ്പെട്ടതായി കാണുന്നില്ല. സൃഷ്ടിയുടെ ലക്ഷ്യം മനുഷ്യനെ സകല സൃഷ്ടിയുടെയും മകുടമായി, ശിരോമണിയായി വയ്ക്കുക എന്നതായിരുന്നു.
അങ്ങനെയായിരുന്നു അവനെ നിർമ്മിച്ചാക്കിയതും. സ്തോത്രം. നമ്മൾ ഇടയ്ക്ക് ദൈവസ്വരൂപത്തെപ്പറ്റി പറയാമെന്ന് പറഞ്ഞിരുന്നു. ഇപ്പോഴാണ് ഞാനത് ഓർക്കുന്നത്. ഇത് പറഞ്ഞതിന് ശേഷം നമുക്കതിലേക്ക് വരാം. ദൈവം മനുഷ്യ സൃഷ്ടിക്കും മുമ്പ് തന്നെ പദ്ധതിയിടുകയും സൃഷ്ടിപ്പിൽ അവനെ അനുഗ്രഹിച്ച് പറയുകയും അല്ലെങ്കിൽ കൽപ്പിക്കുകയും ചെയ്ത 5-6 കാര്യങ്ങൾ നമ്മൾ നേരത്തെ പഠിച്ചു. ഉൽപ്പത്തി 1:28 നിന്ന് തന്നെ കാര്യങ്ങൾ നമ്മൾ കണ്ടു. എന്നാൽ ആ അവസ്ഥയ്ക്ക് മനുഷ്യന്റെ പാപത്തോടുകൂടെ മാറ്റം വന്നു. സ്തോത്രം. സൃഷ്ടി പലതും മനുഷ്യനെ ആക്രമിക്കുവാനും പ്രയാസപ്പെടുത്തുവാനും അവനോട് മത്സരബുദ്ധി കാണിക്കുവാനും ഒക്കെ തുടങ്ങി. ഇന്നും ദൈവം മനുഷ്യനെക്കുറിച്ച് സൃഷ്ടിയുടെ ആരംഭത്തിങ്കൽ ആഗ്രഹിച്ചത് നിറവേറിയിട്ടില്ല. ആ വാക്യത്തിൻ്റെ അല്ലെങ്കിൽ 8-ാം വാക്യത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ വാചകത്തിൻ്റെ അർത്ഥം അതാണ്. എന്നാൽ ഇന്ന് സകലവും അവന് കീഴ്പ്പെട്ടതായി കാണുന്നില്ല. അത് മനുഷ്യന്റെ പാപത്തിൽ വീണതിന് ശേഷമുള്ള മനുഷ്യന്റെ പതനം അല്ലെങ്കിൽ അവനിൽ സംഭവിച്ച വീഴ്ചയാണ്. ദൈവം ആഗ്രഹിച്ചതൊന്ന്, എന്നാൽ മനുഷ്യന് സംഭവിച്ചതൊന്ന്. പാപം ചെയ്തതോടുകൂടെ അവൻ്റെ പല എൻഡോമെൻസും മനുഷ്യൻ്റെ പല ഇന്ദ്രിയങ്ങളും എല്ലാം തന്നെ താഴേക്ക് കുനിയാൻ തുടങ്ങി, വീഴാൻ ആരംഭിച്ചു. സ്തോത്രം. നമ്മളതിൽ ഏറ്റവും അധികം കണ്ടിട്ടുള്ള ഒരു പ്രയോഗമാണ് പാപം ചെയ്തതോടുകൂടെ ആത്മാവിന് എന്ത് സംഭവിച്ചു? മരണം. ദേഹിക്ക് എന്ത് പറ്റി? വഷളത്വം. വഷളായിപ്പോയി. ബോഡി, ശരീരത്തിന് separation from God. That is for soul, spirit. ദ്രവത്വം. സ്തോത്രം. ഉണ്ടോ? പാപം ചെയ്ത അതേ നിമിഷത്തിൽ തന്നെ സംഭവിച്ച കാര്യങ്ങളാണ് ആത്മാവിന് മരണം എന്ന് വെച്ചാൽ ദൈവത്തോടുള്ള ബന്ധം അവൻ്റേത് വിച്ഛേദിക്കപ്പെട്ടു. ദേഹി വഷളായിപ്പോയി, പിഴച്ചുപോയെന്ന് സാധാരണ ഭാഷയിൽ. സ്തോത്രം. The soul was perverted. There happened perversion. ശരീരം subjected to decay, mortality. സ്തോത്രം. അങ്ങനെയായപ്പോൾ ദൈവം അവൻ്റെ മേൽ വെച്ചിരുന്ന ആ ദൈവിക അധികാരം അവന് നഷ്ടപ്പെട്ടു. ആ ദൈവിക അധികാരം അവന് നഷ്ടപ്പെട്ടപ്പോൾ
സൃഷ്ടിയൊന്നും പണ്ടത്തെ പോലെ അവനെ അനുസരിക്കാതെയായി. പണ്ട് അനുസരണക്കേടെന്നൊരു സംഭവമേ ഇല്ലായിരുന്നു. ഓരോന്നിനും അതാതിൻ്റെ വകുപ്പ് ചാർത്തി അവരെ അങ്ങ് ഏൽപ്പിച്ചാൽ, സ്തോത്രം, അങ്ങനെ ഡീഫോൾട്ടായിട്ട് പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. എന്നാൽ പാപം ചെയ്ത ശേഷമോ ഒക്കെ മാറി. ഇപ്പം പോയി കൽപ്പിച്ചിട്ടും ഒരു വ്യത്യാസമില്ല. ഇതാണ് ഇന്ന് സകലവും അവന് കീഴ്പ്പെട്ടതായി കാണുന്നില്ല എന്നതിൻ്റെ അർത്ഥം. എന്തെങ്കിലും ചോദ്യമുണ്ടോ? ഇല്ല. ഇപ്പോൾ മനുഷ്യൻ പാപം ചെയ്യുന്നതിന് മുമ്പ് ദൈവം അവൻ്റെ മേൽ പകർന്നിരുന്ന ഒരു ദിവ്യമായ അധികാരം, ആ ദിവ്യമായ മഹത്വം, അത് പാപത്തോടുകൂടെ അവന് നഷ്ടപ്പെട്ടു. അത് തിരിച്ചറിഞ്ഞ സൃഷ്ടികൾ അവനോട് അനുസരണക്കേട്, മത്സരം ഒക്കെ കാണിക്കാൻ തുടങ്ങി. അത് ഓരോ നാളുകൾ കഴിയും തോറും ഭീകരത ആ വിഷയത്തിൽ വർദ്ധിച്ചു വരികയാണ്. സ്തോത്രം. ഇപ്പൊ മനുഷ്യന്റെ പാപത്തിലേക്കുള്ള പതനത്തോടുകൂടെ ദൈവം അവന് നൽകിയിരുന്ന അധികാരവും അവനിൽ നിന്ന് പിൻവലിക്കപ്പെടുന്നു. നമ്മളതിൻ്റെ കാരണം കണ്ടിരുന്നു. ദൈവത്തോട് മനുഷ്യൻ ചേർന്നിരുന്നു കൊണ്ട് ദൈവത്തിൻ്റെ പ്രതിനിധിയായി സൃഷ്ടികളെ മുഴുവനും അടക്കി വാഴുക എന്ന കൽപ്പനയാണ് ലഭിച്ചിരുന്നത്. എന്നാൽ എല്ലാം നഷ്ടപ്പെടാൻ ഒറ്റ കാരണം, സ്തോത്രം, നമ്മളൊരു മാഗ്നറ്റിൽ, കാന്തത്തിൽ ഇങ്ങനെ ഒരു ബ്ലേഡോ ഒരു സേഫ്റ്റി പിന്നോ വല്ലതും ഒന്ന് ഘടിപ്പിച്ചിട്ട് ആ സേഫ്റ്റി പിന്നിൽ വേറെ സാധനങ്ങളൊക്കെ കൊരുത്താൽ അതിങ്ങനെ പിടിച്ചു കിടക്കും. സ്തോത്രം. അവിടെ കിടന്നുകൊണ്ട് ഈ ബ്ലേഡിൻ്റെ മുറിയും മുട്ടുസൂചിയും ഒക്കെ കൂടെ ഇങ്ങനെ പിടിക്കുക. അപ്പോഴാണ് ഈ ആദ്യത്തെ ആ സേഫ്റ്റി പിന്നിന് കാന്തവുമായിട്ടുള്ള ബന്ധം മാറുന്നത്. ഇതുങ്ങളെല്ലാം കൂടെ താഴെ വീഴും. ഇതുപോലെ മനുഷ്യന് അല്ലെങ്കിൽ മനുഷ്യൻ സൃഷ്ടിയുടെ മേൽ നടത്തിക്കൊണ്ടിരുന്ന കർത്തൃത്വത്തിന് മുഴുവനും അടിസ്ഥാനം എന്തായിരുന്നു? ദൈവത്തോടുള്ള അവന്റെ സ്നേഹ കൂട്ടായ്മയായിരുന്നു. സ്തോത്രം. സ്നേഹ കൂട്ടായ്മ. ആ കൂട്ടായ്മ ബന്ധം വിച്ഛേദിച്ചു. ബാക്കിയുള്ളതെല്ലാം അങ്ങനെ നിലംപരിശായി. സ്തോത്രം. അതാണ് നാം ഇവിടെ കാണുന്നത്. ഇന്ന് സകലവും അവന് കീഴ്പ്പെട്ടതായി കാണുന്നില്ല. ഇതേ സംഗതി തന്നെ
കൊരിന്ത്യർക്കുള്ള ലേഖനത്തിലും നാം വായിക്കുന്നുണ്ട്. അപ്പം മനുഷ്യന്റെ വീഴ്ച വരുത്തിയ വിന, സ്തോത്രം, വീഴ്ച വരുത്തിയ വിന, അത് നമുക്ക് തിരികെ തരാൻ, മനുഷ്യജാതിക്ക് തിരികെ തരാനാണ് നമ്മുടെ രക്ഷാനായകൻ സ്വർഗം വിട്ട് താണഭൂമിയിലേക്ക് വന്നത്. പ്രൈസ് ഗോഡ്. ആ നഷ്ടപ്പെട്ടത് നമുക്ക് തിരികെ തരുവാൻ, ടു establish that lost relationship. സ്തോത്രം. ആ ബന്ധം പുനഃസ്ഥാപിക്കുന്നതിലൂടെ നഷ്ടപ്പെട്ട ശക്തിയും അധികാരവും ഒക്കെ നമുക്ക് തിരികെ ലഭിക്കാം. സ്തോത്രം. ഇത്രയും കാര്യങ്ങൾ വ്യക്തമാണോ? എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ ഇതുവരെ ഉള്ളതിൽ? ശരി, ഒന്നുമില്ല എങ്കിൽ നമുക്ക് നഷ്ടപ്പെട്ടതെല്ലാം തിരികെ തരേണ്ടതിന്, അന്യാധീനപ്പെട്ടു പോയത് ഒക്കെ തിരിച്ച് വാങ്ങേണ്ടതിന്, സ്തോത്രം, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ക്രൂശിലെ മരണം വരെയും സഹിച്ചു. തങ്ങൾ വിശ്വസിക്കുന്നവർക്ക് വിജയത്തിൻ്റെ, നഷ്ടപ്പെട്ടത് തിരികെ പ്രാപിക്കുന്നതിൻ്റെ, സ്തോത്രം, സാധ്യതകളും വാഗ്ദത്തങ്ങളും നൽകി. അതുകൊണ്ട് വരുവീൻ, ഒന്നാമത്തെ ആദമിൽ നഷ്ടപ്പെട്ടത് അതിൻ്റെ കൂടെ അനേകം മടങ്ങുകളായി ലോകത്തിൻ്റെ സൃഷ്ടിപ്പ് മുതൽ നമുക്ക് വേണ്ടി കരുതി വച്ചിരുന്നത് യേശുക്രിസ്തുവിലൂടെ നമുക്ക് തിരികെ പ്രാപിക്കാം. ക്രിസ്തുവിലേക്ക് നമുക്ക് അടുത്തു വരാം. ദൈവകരങ്ങളിൽ നമ്മെ ഏൽപ്പിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.